ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ എന്താ പറയുക ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഒരാൾ നിരന്തരം എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, കാരണം ഇങ്ങനൊരു സബ്ജക്റ്റിനെ കുറിച്ച് പറയണം എന്ന് വിചാരിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറയണമെന്നുള്ളത്. പുള്ളിക്കാരനൊരു പെൺകുട്ടിനെ ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര കോംപ്ലക്സ് ആണ് പുള്ളിക്കാരന് പോയി പറയാനൊരു മടി. കാരണം ആ പെൺകുട്ടി നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തിട്ടൊക്കെയാണ്, പുള്ളിക്കാരനാണെങ്കിൽ നല്ല കറുത്തിട്ടൊക്കെയാണ്. ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചിട്ടാണ് മെസ്സേജ്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് മറുപടികളൊക്കെ കൊടുത്ത് അവസാനം ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുത്ത് പുള്ളി മെയിൽ ചെയ്ത് ഫോൺ നമ്പർ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, കോൺഫിഡൻസ് ഇല്ല കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു തോന്നലാണ്, ഓക്കെ നമ്മളത്ര പോരാ, ഇന്ന ആളെ അപ്രോച്ച് ചെയ്യാനായിട്ട് നമ്മൾ പോരാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ഹൗ ടു അട്രാക്റ്റ് എ ഗേൾ. നമ്മൾ എങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുറച്ച് ആൾക്കാർക്ക് ഈ വീഡിയോ മുഖാന്തരം എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് തന്നെ ഞാൻ എടുത്ത് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു +2 പോയി കഴിഞ്ഞപ്പോൾ +2 ഞാനൊരു മിക്സഡ് കോളേജിലേക്കാണ് പോയത്, അവിടെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മൾ യൂസ്ഡ് അല്ല കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തിട്ട്. അപ്പോൾ അത് എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഓരോ പ്രശ്നങ്ങളും പിന്നീട് ഓവർകം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാരണം നിങ്ങളാരും അങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊന്നും ആലോചിച്ച് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? അപ്പോൾ ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ എന്ത് കാര്യം നടക്കൂ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്, ഓക്കെ അതെങ്ങനെ ചെയ്യണം, ഓക്കെ ഞാൻ കൊള്ളാം, ഞാൻ ഗുഡ് ലുക്കിംഗ് ആണെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് ആരും തന്നെ അഗ്ലിയായിട്ടൊന്നും ജനിച്ച് വീണിട്ടില്ല. ഓക്കെ, ഇത് നമ്മുടെ സിറ്റുവേഷനാണ് നമ്മളെ അങ്ങനെ തിങ്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം. ചില ആൾക്കാർ വെളുത്തായിരിക്കും, ചില ആൾക്കാർ കറുത്തായിരിക്കും. പക്ഷേ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളെ ഗുഡ് ലുക്കിംഗ് ആണോ വേണ്ടിയെന്നുള്ളത്. കാരണം നമുക്ക് നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോവാം, സ്റ്റൈലിഷായിട്ട് പോകാമെന്നുണ്ടെങ്കിൽ എത്ര ഒരു മോശം ഒരു കളറും ഒരു വെയിറ്റിട്ടുള്ള ആളായാലും ശരി, നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ക്യാരി ചെയ്ത് പോകണമെങ്കിൽ ഒരാളും പറയില്ല നിങ്ങൾ ഗുഡ് ലുക്കിംഗ് അല്ലാന്ന്. ഓക്കെ, അപ്പോൾ അത് കാരണം അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണ നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ഗുഡ് ലുക്കിംഗ് ആക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻ്റ് ആണ്. നല്ല രീതിയിൽ നിങ്ങളെ തന്നെ ക്യാരി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, അതേപോലെ ഏതൊരു സിറ്റുവേഷനെ നേരിടാനുള്ള ഒരു കോൺഫിഡൻസ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പോകണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആകുക. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് കോൺഫിഡൻസ്. രണ്ടാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ആ ആദ്യത്തെ ആ മീറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയാളുടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ അങ്ങനെ ഇത് പണ്ടിനാലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റിന് വളരെയധികം പ്രാധാന്യം ശരിക്കും ഉണ്ട്. കാരണം ഒരാളെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ അയാളിൽ നമുക്കൊരു ഇംപ്രഷനും ശരിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ വെൽ പ്രിപ്പേർഡ് ആയിരിക്കണം. കാരണം ആ മീറ്റിങ്ങിൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മളൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും? അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യാൻ സാധിക്കുന്നത് വെൽ ഗ്രൂംഡ് ആയിരിക്കണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയാൽ മാത്രമേ ഒരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങളൊന്നും വലിയ കൊച്ചു കുട്ടികളൊന്നുമല്ല ഞാനതൊക്കെ പറഞ്ഞു തരാനായിട്ട്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക.
ഇനി മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തെ കാര്യം ഹൈജീനാണ്. ഹൈജീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരാളുടെ ഹൈജീൻ ഓപ്പോസിറ്റ് ജെൻഡർക്കോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കോ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഹൈജീൻ? ഹൈജീനിൽ ആദ്യം തന്നെ വരുന്ന മെയിനായിട്ടുള്ള കാര്യം കുളിക്കുക എന്നുള്ളൊരു വിഷയമാണ്. അതായത് ബാഡ് സ്മെല്ല് ഉണ്ടാകാണ്ടിരിക്കുക, സ്പെഷ്യലി നിങ്ങളുടെ വായനാറ്റം, അതേപോലെ വേർപ്പിൻ്റെ സ്മെല്ല്. പിന്നെ മെയിനായിട്ട് ആൾക്കാർ നോക്കുന്ന കാര്യമാണ് നമ്മുടെ നഖം. ഒരുപാട് നഖം വളർത്തി ഉള്ളിൽ കുറേ അഴുക്കിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഹൈജീൻ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഗേൾസ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അതായത് ഒരു ബാഡ് ഹൈജീനുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ഒരു ഗേളിന് ഇഷ്ടപ്പെടില്ല. കാരണം എപ്പോഴും ഒരു വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ആളായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. കാരണം അയാളൊരു പെർഫെക്റ്റ് ആയിരിക്കും. അതായത് എപ്പോഴും നല്ല പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയിരിക്കും. അതേസമയം അയാളുടെ ബിയേർഡും കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഡീസൻസി ഉള്ള ഒരാൾ. അപ്പോൾ ഹൈജീനാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. ഹൈജീനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ബാഡ് ബ്രെത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ നഖങ്ങൾ മുറിക്കുക, വേർപ്പിൻ്റെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കുക, എപ്പോഴും ഒരു നല്ലൊരു പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ തേർഡ് പോയിൻ്റാണ് ഹൈജീൻ. ഇനി ഫോർത്ത് പോയിന്റ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നിങ്ങൾ ഒരാളെ അപ്രോച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക, അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന പോലത്തെ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആണ്. അതേസമയം തന്നെ ഇത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളുടെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇത്തിരി ഒരു സ്റ്റൈല് നമ്മുടെ ഒരു ലുക്കിൽ ഇത് കൊണ്ടുവരിക, ബോഡി ലാംഗ്വേജ് കൊണ്ടുവരിക. അതായത് എപ്പോഴും നമ്മൾ ചെയ്യുന്നതിന് നമ്മുടേതായ ഒരു രീതി നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് വെറുതെ മാറി നിൽക്കാണ്ട് അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അതാണ് ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആദ്യം നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ മാറി നിന്നുകൊണ്ടിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അത് തന്നെയാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യുക, സംസാരിക്കുക. ഇതാണ് ബെസ്റ്റ് ബോഡി ലാംഗ്വേജ്. ഇവൻ നിങ്ങൾ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, എന്നാൽ വലിയ ഗമയം പിടിച്ചൊരു മൂലക്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ ഒരാളും നിങ്ങളെ നോക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വെറുതെ വലിയ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ലുക്കൊക്കെ ഉള്ള ആളായിരിക്കാം, പക്ഷേ വേറെ ഒരു മൂലക്കിലും മാറിയതുകൊണ്ട് കാര്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നിങ്ങൾ തന്നെ എടുത്തിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അതായത് ഗേൾസ് എപ്പോഴും ഫൺ ലവിങ് ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടും. അതായത് നിങ്ങൾ ഒരു ടോപ്പിക്കിൽ സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങളൊരു ചെറിയൊരു കോമഡി ഒക്കെ പറയുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും. കാരണം നിങ്ങളുടെ വർത്താനം കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ഗേൾസിന് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ എന്നും പറഞ്ഞിട്ട് പണ്ട് ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ മാതിരി ബാർബർ ഷോപ്പാണെന്ന് കരുതി ഏതോ ഹോട്ടലിൽ കയറിയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ കോമഡി ഒക്കെ ഉണ്ട്. അതൊന്നും പറയത്തില്ല. അതായത് അല്ലാത്ത നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സംസാരത്തിലൊക്കെ വരുന്ന ഒരു ഫണ്ണ്, ഒരു കോമഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കണം. ആ വക കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടുതൽ ചിരിപ്പിക്കാനും നിങ്ങളായിട്ടുള്ള കമ്പനി അവർക്ക് കൂടുതലൊരു സന്തോഷവും രസമൊക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഗേൾസിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളൊരു ഹ്യൂമർ സെൻസുള്ള ആളായിരിക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ ഹ്യൂമർ സെൻസ് എൻ്റെ 5th പോയിൻ്റാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 6th പോയിന്റ്, അതായത് എൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് വരില്ല, പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഗേൾസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബിയേർഡുള്ള ആൾക്കാരെ തന്നെയാണ്. അതിലൊരു ഡൗട്ടുമില്ല. ബിയേർഡില്ലാത്തവരെന്നെ തെറി പറയരുത്, ഞാനുള്ളൊരു സത്യം പറഞ്ഞു. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ ഗേൾസ് ഇഷ്ടപ്പെടുന്ന ആളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റബിൾ ബിയേർഡുള്ള ആൾ എന്നാണ്. അതായത് ചെറിയ കുട്ടിത്താടിയുള്ള ആൾക്കാരെ വളരെയധികം ഗേൾസിന് ഇഷ്ടമാണ്. അതുമാത്രമല്ല താടിയുള്ളവരെ മൊത്തത്തിൽ ഇഷ്ടമാണ്. പഴയ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഫുൾ ക്ലീൻ ഷേവ് ആയിട്ടുള്ള ഒരു കുട്ടീനെ പോലെ ഇങ്ങനെ മുഖമാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ. ഇപ്പം ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ക്ലീൻ ഷേവ് അടിച്ചു കഴിഞ്ഞാൽ മഹാ ബോറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പറയണം
താടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ഒരു ടൈമിൽ നമ്മുടെ ബിയേർഡ്, വെൽ ഗ്രൂംഡ് ബിയേർഡ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾക്ക് നല്ലൊരു ബിയർഡ് എന്തായാലും വേണം. കാരണം കാലം ഒരുപാട് മാറി, 21-ാം നൂറ്റാണ്ടാണ്. ഇപ്പോൾ ബിയേർഡാണ് ഫാഷൻ. ബിയേർഡ് ഫാഷനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ബിയേർഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മുഖത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബിയേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 6 പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ 6 പോയിന്റ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് മുഖാന്തരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുന്ന എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോ ഒരു ഗുണത്തിൽപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെൻസ് ഫാഷനും സ്റ്റൈലും മെൻസ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ നിൽക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ മെൻസ് ഫാഷൻ സ്റ്റൈൽ വിവരങ്ങൾ നമുക്ക് ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.